പ്രിയമുള്ളവരെ, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വീഡിയോ അല്ല. ഏഷ്യാനെറ്റിന്റെ തലപ്പത്തുള്ള ആൾക്കാരെടുത്തും ബിഗ് ബോസിന്റെ തലപ്പത്തുള്ള ആൾക്കാർക്കും വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ സീസൺ 7ന്റെ ഫിനാലെ നടക്കുന്ന ദിവസം ദയവ് ചെയ്ത് എന്നെ അവിടേക്കൊന്ന് വിളിക്കുക. ഞാൻ അവിടെ വരാം, തീർച്ചയായിട്ടും ഞാൻ അവിടെ വരാം. ഞാൻ അവിടെ വരുന്നത് സീസൺ 5 എനിക്ക് ലഭിച്ച കപ്പ് കൊണ്ടായിരിക്കും ഞാൻ വരുന്നത്. അന്നേ ദിവസം നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കപ്പ് മേടിച്ച് തിരുവനന്തപുരത്തുള്ള ശോഭയ്ക്ക് കൊടുക്കുക. ശോഭ തിരുവനന്തപുരത്തിന് നിങ്ങൾ ദയവ് ചെയ്ത് ഈ കപ്പൊന്ന് കൊടുക്കുക. അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സമാധാനവും സ്വസ്ഥതയും എനിക്കോ നാട്ടുകാർക്കോ ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്കോ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയേറെ ശല്യമാണ്. സീസൺ 5 കഴിഞ്ഞ അന്ന് മുതൽ ജയിച്ചത് ഞാനല്ല, ജയിച്ചത് ശോഭയാണെന്നും പറഞ്ഞ് ശോഭ കാണുന്ന ആൾക്കാരുടെ അടുത്ത് മൊത്തം നടന്ന് പറയുന്നുണ്ട്. ഒന്നുകിൽ ഇതിന്റെ യാഥാർത്ഥ്യം ശോഭയ്ക്ക് മനസ്സിലായിട്ടില്ല. 3% വോട്ട് കിട്ടിയ ശോഭ 82% വോട്ട് കിട്ടിയ എന്റെ അടുത്ത് എനിക്ക് വോട്ട് ചെയ്ത പ്രേക്ഷകരെയും കോമാളിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഏതാണ്ട് 2-2.5 വർഷം കൊണ്ട് കാണാൻ തുടങ്ങിയതാണ്. ഈ അളം മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്നതൊക്കെ ഞാൻ ഇതിങ്ങനെ പോട്ട് എല്ലാ ആൾക്കാരും കാണുമ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ നടന്ന് പലതും പറയും. നമ്മളിതങ്ങ് കളയും. കാണുമ്പോഴൊക്കെ സഹകരിക്കുകയും മിണ്ടിയൊക്കെ ചെയ്യും. പക്ഷെ ഇതുപോലെ ഒരു അസൂയയും കുശുമ്പും കുന്നായ്മയും പിടിച്ച ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇപ്പോഴും വന്നിരുന്നിട്ട് ആവർത്തിച്ചിട്ട് പി ആർ എന്ന് പറഞ്ഞു കിടക്കുന്നു. അതാ ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞതാണ്, കുറഞ്ഞ പക്ഷം ഒരു 82% വോട്ട് കിട്ടി ഒരു സീസണിൽ വിജയിച്ച ഒരു മത്സരാർത്ഥിക്ക് ജനങ്ങൾ നൽകിയ വോട്ടാണെന്നും ജനങ്ങൾ ആ മത്സരാർത്ഥിയെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണെന്നും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമില്ലാതെ കഴിഞ്ഞ ദിവസവും ഒരു സ്റ്റോറി പങ്കുവച്ചേക്കും. ആ സ്റ്റോറി നിങ്ങളൊന്ന് നോക്കും. അപ്പൊ ഈ സ്റ്റോറി ഇത് ഇപ്പൊ തുടങ്ങിയതല്ല, ഇതിങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ടേ തുടങ്ങിയതാണ്. അതുപോലെ ഈ ശോഭ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ആരെയാണ് പി ആർ ഏൽപ്പിച്ചതെന്ന് ആ ഏൽപ്പിച്ചവനെ ഇനി വിളിച്ചു നിർത്തി നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിർത്തി ഞാൻ പറയാം. ഇനി ഞാൻ അങ്ങനെ ബിഗ് ബോസിൽ പോകുന്നതിന് മുൻപ് ആരോടെങ്കിലും എനിക്ക് വേണ്ടി പി ആർ ചെയ്യണമെന്നോ അതിനുവേണ്ടി 10 പൈസ നിങ്ങൾക്ക് തരണമെന്നോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ എനിക്ക് വലിയ ഹേറ്റാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കത്തി ഹേറ്റ് നിൽക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ 5 പൈസ എടുക്കാനില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയെ കുറിച്ച് ഒരു രീതിയിലും നല്ലത് പറഞ്ഞിട്ടുള്ള ഒരാളല്ല ഞാൻ ഈ ഷോയിലേക്ക് പോകുന്നത് എനിക്ക് സാമ്പത്തികമായിട്ട് അത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത്, ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഒരു 20-25 ദിവസം നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ചെറിയ തുക, ഞാൻ പരമാവധി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചത് 21 ദിവസമാണ്. 21 ഇൻറ്റു എനിക്ക് കിട്ടുന്ന പെർ ഡേ ശമ്പളം. അപ്പോൾ എന്റെ കുറച്ച് കടങ്ങളൊക്കെ തീരും. ഇത് കരുതുന്ന ഞാൻ ഏതെങ്കിലും ഒരുത്തന് 10 പൈസ കൊടുത്ത് പി ആർ ചെയ്യുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇനി 2, ഞാൻ ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് ഭയങ്കര ഹേറ്റാണ്. എനിക്ക് വളരെ ചെറിയ ശതമാനം വോട്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഓരോ എപ്പിസോഡുകളും ഓരോ വീക്കുകളും കഴിയുമ്പോൾ പ്രേക്ഷകർ നമ്മളെ മനസ്സിലാക്കി നമ്മൾക്ക് അനുകൂലമായി വരികയും അങ്ങനെ അനുകൂലമായി വന്നതിന്റെ ഫലമായിട്ടാണ് ഞാൻ വിജയിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ, അത് ഇത്രയും നാൾ ഞാൻ പബ്ലിക്കായിട്ട് പറയണ്ട എന്ന് കരുതിയതാണ്. 100 ദിവസത്തെ സാരിയും കൊണ്ടാണ് ശോഭ അവിടേക്ക് വന്നത്. നിങ്ങൾക്കറിയാം എന്തായിരിക്കും ഈ 100 ദിവസത്തെ സാരിയും കൊണ്ട് അവിടേക്ക് വന്നത്? ഞാൻ 2 ആഴ്ച